ഡോക്ടർ മിനി PG, സ്പെഷ്യലിസ്റ്റ് ഗൈനക്കോളജിസ്റ്റ്, അൽറുക്കൻ മെഡിക്കൽ സെന്റർ, അജ്മാൻ. ഗർഭകാലത്ത് കാണുന്ന പ്രമേഹം 20 മുതൽ 30% ഗർഭിണികളിൽ കാണാറുണ്ട്. അവർ പ്രഗ്നൻസി ആകുന്നതിന് മുമ്പ് അവരുടെ ബ്ലഡ് ഷുഗർ എല്ലാം നോർമലായിരിക്കും, ഡെലിവറിക്ക് ശേഷവും നോർമലായിരിക്കും. ഇങ്ങനെ ഉള്ള അവസ്ഥേനെയാണ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയുന്നത്. ഇത് സാധാരണ ബ്ലഡ് ഷുഗർ ലെവൽ കൂടി വരുന്നത് 20 വീക്സിന് ശേഷമാണ്. പ്രഗ്നൻസി എന്നുള്ളത് ഉണ്ടാകുന്ന ഹോർമോണുകൾ, ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഹ്യൂമൻ പ്ലാസന്റ, ലാക്ടജൻ എന്നുള്ള ഹോർമോണുകൾ ബ്ലഡ് ഷുഗർ കൂടാനുള്ള അവസ്ഥകൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ പ്രഗ്നൻസി ഒരു ഡയബറ്റോജനിക് സ്റ്റേറ്റ് ആണ്. അപ്പോൾ ചില ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് പ്രഗ്നൻസിയിൽ ഡയബറ്റീസ് കണ്ടുവരാറുണ്ട്. അത് അങ്ങനെയുള്ളവർക്ക് പ്രീവിയസ് പ്രഗ്നൻസികളിൽ ഡയബറ്റീസ് ഉള്ളവരായിരിക്കാം, പൊണ്ണത്തടി ഉള്ളവരായിരിക്കാം, പാരൻസിന് ആർക്കെങ്കിലും ഡയബറ്റീസ് ഉള്ളവരായിരിക്കാം, അല്ലെങ്കിൽ PCOD ഉള്ളവർ പ്രഗ്നൻ്റ് ആകുമ്പോൾ അവർക്ക് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇത് കണ്ടുപിടിക്കുന്നതിന് നമ്മൾ GCT എന്നുള്ളൊരു ടെസ്റ്റാണ് ചെയ്യുന്നത്. അതിൽ 140 കൂടുതൽ വാല്യൂ വരികയാണെങ്കിൽ അവർക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടാകാൻ ഹൈ റിസ്ക് ഉണ്ട് എന്നുള്ളത് തീരുമാനിക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ളവരെ 2 ആഴ്ച ഡയറ്റ് കൺട്രോളിന് അഡ്വൈസ് ചെയ്യാറുണ്ട്. കാർബോഹൈഡ്രേറ്റ് കുറയ്ക്കുക, അളവ് കുറയ്ക്കുക കഴിക്കുന്നതിൻ്റെ, അതേപോലെ ഷുഗർ എല്ലാം ഉപേക്ഷിക്കുക. അങ്ങനെ 2 ആഴ്ച നോക്കിയിട്ടും ബ്ലഡ് ഷുഗർ കൺട്രോൾ ആണോ ഇല്ലയോ എന്ന് നോക്കണം. അതിന് ഫാസ്റ്റിങ്ങും PPBSഉം ബ്ലഡ് ടെസ്റ്റ് എടുക്കേണ്ടതുണ്ട്. ഫാസ്റ്റിങ്ങിൽ സ്ട്രിക്ട്ലി പറയുകയാണെങ്കിൽ 90യുടെ ഉള്ളിൽ ബ്ലഡ് ഷുഗർ നിൽക്കണം. ആഫ്റ്റർ ഫുഡ് 2 hours കഴിഞ്ഞ് എടുക്കുന്ന ബ്ലഡ് 120ൽ താഴെ നിൽക്കണം. അങ്ങനെയാണെങ്കിൽ ഡയറ്റ് കൺട്രോളോടുകൂടി പ്രഗ്നൻസി മുന്നോട്ട് പോകാം. ഇല്ല, ഇത് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഡയബറ്റിക് കൺട്രോൾ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് എടുക്കേണ്ടി വരും. മെറ്റ്ഫോമിൻ രൂപത്തിലുള്ള ഗുളികകൾ എടുക്കേണ്ടി വരും. അതിലും കൺട്രോൾ ആകണില്ല എന്നുണ്ടെങ്കിൽ ഇൻസുലിനും എടുക്കേണ്ടതാണ്. ഇപ്പോൾ ഈ ഡയബറ്റീസ് ഉള്ള അമ്മയ്ക്ക് എന്തെല്ലാം പ്രശ്നങ്ങൾ വരാമെന്ന് നോക്കാം. അമ്മയുടെ വെയിറ്റ് ക്രമാതീതമായി കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കുട്ടി കിടക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കൂടാൻ സാധ്യതയുണ്ട്. കുട്ടിയുടെ വെയിറ്റ് ക്രമാതീതമായി കൂടാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചിലപ്പോൾ പ്രീ ടേം ഡെലിവറി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഡെലിവറി പ്രോബ്ലംസ് ഉണ്ടാകാൻ, ദാറ്റ് ഈസ് ഷോൾഡർ ഡിസ്റ്റോഷ്യ, ഡെലിവറി ആകാനുള്ള ബുദ്ധിമുട്ട്, ഇങ്ങനെയെല്ലാം വരാറുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റൽ ഡെലിവറി വേണ്ടി വരും, വാക്യൂം, ഫോസെപ്സ് അങ്ങനെ ഉപയോഗിച്ചുള്ള ഡെലിവറി വേണ്ടി വരാം, സിസേറിയൻ ഡെലിവറികളൊക്കെ വേണ്ടി വരാം. ഇതെല്ലാമാണ് ഈ ഡയബറ്റീസ് ഉണ്ടാകുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. ഇപ്പോൾ ഡെലിവറി കഴിയുമ്പോൾ ഈ ബ്ലഡ് ഷുഗർ ഹൈ ആയിട്ടുള്ളത് നോർമലാകാനാണ് സാധ്യത. ചില ആൾക്കാർക്ക് മാത്രം അത് പെർസിസ്റ്റൻ്റ് ആയിട്ട് നിലനിൽക്കാനും സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള